കൊല്ലത്തേക്ക് പോകണം. നമുക്കറിയുന്ന പോലെ CPM സംസ്ഥാന സമ്മേളനം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള വികസന നയരേഖയിന്മേലുള്ള പൊതുചർച്ച ഇന്നാണ്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ നീളുന്നതാണ് ഈ ചർച്ച. വികസന പദ്ധതികളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുനരുദ്ധീകരിക്കാനുള്ള നിർദ്ദേശങ്ങളോട് സമ്മേളനം എങ്ങനെ പ്രതികരിക്കും എന്ന് ഇന്നറിയാം. വിശദാംശങ്ങളുമായി നമ്മുടെ പൊളിറ്റിക്കൽ എഡിറ്റർ ശ്രീജിത്താണ് കൊല്ലത്ത് നിന്നും ചേരുന്നത്. ശ്രീജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്. പാർട്ടി അതിന്റെ അടിസ്ഥാനപരമായ ചിന്താധാരകളിൽ നിന്ന് പോലും മാറാനുള്ള ഒരു സൂചനകൾ, അതിനായി ഒരു മാർഗരേഖ സമർപ്പിക്കുന്നു. പക്ഷേ ഇത് ചർച്ചയിൽ വരുമ്പോൾ മറ്റംഗങ്ങളൊക്കെ അത് ഏത് രീതിയിലാണ് അതിനെ കാണുന്നത്? ഇതിന്റെ മുന്നോട്ടുള്ള പോക്കെങ്ങനെയാകും? ഐകകണ്ഠേന ഈ മാറ്റത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർ തയ്യാറാകുമോ എന്നൊക്കെ നമുക്ക് അറിയാനാകുന്ന ദിവസങ്ങളാണ് വരുന്നത്. വിവരങ്ങൾ. ക്രിസ്റ്റീന, പ്രജിൻ, ഗുഡ് മോർണിംഗ്. നവകേരളത്തിൻ്റെ കുതിപ്പിനായുള്ള പുതുവഴികൾ എന്നാണ് ഈ രേഖയുടെ പേര്. രേഖ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഈ രേഖയിന്മേലുള്ള 5 മണിക്കൂറിലേറെ നീളുന്ന പൊതുചർച്ചയാണ് രാവിലെ 9:30 മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളിൽ നിന്ന് മാറി നടന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിക്കാനും പുതിയ വിഭവ സമാഹരണത്തിനുള്ള നീക്കങ്ങളുമാണ് ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന കാതലായ കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വികസന പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യൂസർ ഫീയോ അല്ലെങ്കിൽ സെസ്സോ ഈടാക്കാനുള്ള നിർദ്ദേശമാണ്. അത്തരം ആലോചനകളിലേക്ക് നയിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതിലുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് പൊതു സ്വകാര്യ പങ്കാളിത്തമാകാം. ഇനി പൊതു സ്വകാര്യ പങ്കാളിത്തം അല്ലെങ്കിൽ ആരെങ്കിലും താല്പര്യപൂർവ്വം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരുമായി കരാർ ഏർപ്പെട്ട് അവർക്ക് ഇതിൻ്റെ നടത്തിപ്പവകാശം കൈമാറാനുള്ള നിർദ്ദേശവും ഇതിലുണ്ട്. ഇതാണ് CPM ഇതുവരെ സ്വീകരിച്ചതിൽ നിന്ന് കാതലായ ഒരു വഴിമാറി നടക്കലായി നയംമാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇതിൽ ആശങ്കകളും ഇതിൽ വിമർശനങ്ങൾക്കുമുള്ള സാധ്യതകളുണ്ട്. കാരണം പൊതുമേഖലാ സംരക്ഷണത്തിൻ്റെ എക്കാലവും ഒരു നയമായി സ്വീകരിച്ച പാർട്ടിയാണ് CPM. ഇന്നലെയും CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുമേഖലയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയിരുന്നു. അപ്പോൾ ഒരു വശത്ത് പൊതുമേഖലാ സംരക്ഷണവും മറുവശത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കണമെന്ന നയരേഖയും വരുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ പ്രവർത്തകർക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ വിമർശനമുണ്ടാകും. ആ വിമർശനങ്ങൾ ഇവിടെ അലയടിക്കും. എന്നാൽ മറ്റന്നാൾ രാവിലെയാണ് മുഖ്യമന്ത്രി ഈ ചർച്ചകൾക്ക് മറുപടി പറയാൻ പോകുന്നത്. ഇതോടുകൂടി ഈ രേഖ ഐകകണ്ഠേന അംഗീകരിക്കാനാണ് എല്ലാ സാധ്യതകളും. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നും. ഏറ്റവും നിർണായകമായ ചർച്ചകൾ ഇന്ന് നടക്കുന്നു. അതിന്റെ തുടക്കമാണെന്ന് പറയാം. ഇന്നങ്ങോട്ട് ഈ പറയുന്ന നയമാറ്റം അതെങ്ങനെയാണ്, അണികളൊക്കെ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.